പ്രിയമുള്ള സഹോദരന്മാരെ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നാണ് 5 വഖ്ത് നിസ്കാരം. അതിൽ പ്രധാനമാണ് ജുമുഅ നിസ്കാരം. ഈ ജുമുഅ നിസ്കാരം അകാരണമായി ഒഴിവാക്കിയവന് മുസ്ലിമീങ്ങൾക്കിടയിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവുകയില്ലെന്ന് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അറിയാം. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ചില ആളുകളെ പരിചയപ്പെടുത്തി തരാം. അവർ പറയുന്നത് അവർ ഇസ്ലാമിൻ്റെ വലിയ ഏതൊക്കെയോ സ്ഥാനത്താണ്, അവരതിൻ്റെ മുകളിൽ നിന്ന് ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ നോക്കി കളിയാക്കുന്ന ചില ആളുകൾ. അവരുടെ കൂടെ കൂടിയാൽ മാത്രമേ ഇസ്ലാമിൻ്റെ യഥാർത്ഥ സത്തയും ആദർശവുമൊക്കെ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെയാണ് ഇവരുടെ അവകാശവാദം. പക്ഷേ ഈ പറയുന്ന ആളുകൾ അവർക്ക് ജുമുഅ ഒന്നും വലിയ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ജുമുഅ നിസ്കരിക്കാത്ത മെശൈഖന്മാരുടെ ആളുകളാണെന്ന് വാദിച്ചു വരുന്ന ആളുകളുടെ ആ ആട്ടിൻ തോല് ബഹുമാനപ്പെട്ട സുലൈമാൻ ഫൈസി ഉസ്താദ് ഊരിയെടുക്കുന്ന ആ മനോഹരമായ കാഴ്ച നമുക്കൊന്ന് കാണാം. കേരളത്തിൽ ഇപ്പോൾ ധാരാളമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കുരുവട്ടൂർ ത്വരീഖത്ത്. അതിന്റെ യഥാർത്ഥ പ്രശ്നം എന്താ? കുരുവട്ടൂർ ത്വരീഖത്ത് എന്ന് നമ്മൾ പറയുന്ന അവരിഞ്ഞെന്താ പറയണെന്ന് എനിക്കറിയില്ല. അതിന്റെ മുന്നിൽ കാണുന്ന ആള് കുരുവട്ടൂർക്കാരൻ ഒരു ഹാഫിളാണ്. കുറെ മുരീദന്മാര് മൂല്യമാർ 2-3 മൂല്യമാരിട്ടുള്ളൂ. എന്താ ഇപ്പൊ അതിന്റെ ശരിയെന്നുള്ളത് എനിക്കറിയില്ല. ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞങ്ങളെ കീശീരിന്റെ കുയ്യമ്പറമ്പിൽ ഉണ്ട് ഒരു ബീരാണി എന്ന് പറഞ്ഞിട്ട് വെറും ഒരു തേങ്ങ പൊളിച്ചാൽ നടന്നതിന് 5ാം ക്ലാസ് മദ്രസ വരെ പഠിച്ചിട്ടില്ലാത്തൊരു സാധുവായ മനുഷ്യൻ. അദ്ദേഹം ഷെയ്ഖും മുറബിയുമാണെന്ന് മാത്രമല്ല, ദിക്ർ ഹൽക്കയിൽ ഖുർആൻ താഴെ വെച്ച് അതിന്റെ മുകളിൽ കയറി നിൽക്കുമായിരുന്നു ഈ ബീരാണി. എനിക്കൊക്കെ പരിചയമുള്ള ആളാണ് ഈ ബീരാണി. ഖുർആന്റെ മുകളിൽ, കാരണം എന്തുകൊണ്ട്? ഖുർആനെക്കാട്ടിലും ഷറഫ് മൂപ്പർക്കാണെന്ന് വാദിച്ചിട്ട് അങ്ങനെയുള്ള ബീരാണി മരിച്ചിട്ട് മഹല്ലൊക്കെ വിലക്കിയത് അയാളെ പേരന്റെ മുറ്റത്ത് തന്നെയാണ് ഇയാളെ മറുമാടി. ഇപ്പൊ അവിടെ ഉറൂസ് നടക്കുന്നുണ്ട്, എല്ലാ മാസവും അല്ലാതെ ഒരു മൗലൂദും നടക്കുന്നുണ്ട്. ഈ മൗലിദ് അധികവും നടക്കൽ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച 10 മണിക്ക് തുടങ്ങിയാൽ ഉച്ചക്ക് 2 മണി വരെ മൗലിദും ദിക്റുമാണ്. ജുമാ അവർക്കില്ല. ളുഹ്ർ നിസ്കരിക്കലുണ്ടോന്ന് എനിക്കൊട്ട് അറിയില്ല. 2 മണിന്റെ ശേഷം ഭക്ഷണം കഴിച്ച് പിരിയലാണ് അവരുടെ ശൈലി. അയില് നമ്മളെ പണ്ട് വാദപ്രതിവാദിനൊക്കെ അറിഞ്ഞ ആ മനുഷ്യനും അയാളെ അളിയൻ എന്ന് പറയുന്ന കണ്ടാൽ തന്നെ സഫിയാണെന്ന് മനസ്സിലാവുന്ന ആ മനുഷ്യനും അവരൊക്കെ ആ നേർച്ചയിൽ പങ്കെടുക്കുന്നവരാണ്. ഓലേതായാലും ഇന്നെങ്ങനെ കണ്ടം മുറിച്ചിക്കാണ്ട് കൊണ്ടിറക്കണ്ടേ അതൊന്നും എനിക്ക് അവർക്കും ആണെങ്കിൽ ഒന്ന് ചോദിക്കാം. എനിക്ക് അതിനോട് എതിരൊന്നുമില്ല. അപ്പൊ അത് കണ്ടിട്ടില്ല. അത് ഞാൻ ഇവരെ പറ്റിയിട്ട് കൂടുതൽ ആഴത്തിൽ ഇറങ്ങി പഠിച്ചിട്ടില്ല. ഇത് ഏതായാലും തെറ്റാണെന്ന് എനിക്കറിയാം. അതിന്റെ ഞങ്ങളെ അവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ. നേരെ തോടക്കരെ കടന്നാല് ആ കുയ്യാറമ്പ് കയറുന്ന സ്ഥലത്തെത്തും. അവിടെ ബീരാണിന്റെ പേര് ഏതാണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനി പള്ളിന്റെ അവിടെ അതിന്റെ നേരെ മുന്നിലായിട്ട് അയാളെ പേര. അവിടത്തെ ഈ മൗലൂദിന് വെള്ളിയാഴ്ച ജുമാ വരെ നഷ്ടപ്പെടുത്തിയിട്ട് ഉച്ചക്ക് 2 മണി വരെ 10 മുതൽ 2 മണി വരെ അവിടെ കൂടി മൗലൂദും ദിക്റും മൽക്കി നടത്തിയിട്ട് ജുമാ നഷ്ടപ്പെടുത്തും. അത് പിന്നെ ഹക്കിന്റെ അഹിലുകാരാകാൻ വല്ല സാധ്യതയുണ്ടോ? ഹാഫിൽ അവിടെ വല്ലതായിട്ട് എന്റെ അറിവിലില്ല. ഇവർ രണ്ടാളും അവിടെ വരുന്നതായിട്ട് എന്റെ അറിവുണ്ട്. ഏതായാലും ഖൈറിന്റെ അഹിലുകാരല്ല ആണെങ്കിൽ ജുമാ ഒഴിവാക്കിക്കാണ്ട് റാത്തീബും മൗലൂദും ഒന്നും പിന്നെ ഷിയാക്കളെ മറ്റേ ആശയം ഉണ്ടെങ്കിൽ ഉണ്ടാവും. ഇവർക്ക് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇതങ്ങ് കേട്ടപ്പോഴേക്കും ഈ പറയുന്ന കുരുവട്ടൂരികളുടെ കുരു ഒന്ന് പൊട്ടിപ്പോയി. കാരണം അവരിങ്ങനെ സ്റ്റേജ് കെട്ടി ആദർശ സമ്മേളനം എന്ന് പേര് പറഞ്ഞുകൊണ്ട് ഉസ്താദുമാരുടെ പച്ചമാംസം കഴിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. എന്നാൽ ഇതിലൊന്നും സദസ്സിലൊന്നും ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഏതാനും ചില ആളുകൾ മാത്രമേ നമുക്കതിൽ കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളൊക്കെ പുറം ലോകം അറിയുമ്പോൾ ഉള്ള ആളുകൾ തന്നെ പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് ഈ പ്രസംഗം, ഈ പറയുന്ന ക്ലാസ് അങ്ങ് പുറത്തു വന്നപ്പോഴേക്കും അതാ ഉടനെ കുരുവട്ടൂരിൽ നിന്നും മൈക്കും സെറ്റും ടാർപ്പായും ഒക്കെ എടുത്തുകൊണ്ട് സ്റ്റേജ് കെട്ടാൻ ഇറങ്ങി. അങ്ങനെ അവർ വല്ല വീടിൻ്റെ കാർപോർച്ചിലോ അതല്ലെങ്കിൽ കടയുടെ തിണ്ണയിലോ വെച്ചുകൊണ്ട് ഈ പറയുന്ന ഈ സത്യം വിളിച്ചു പറഞ്ഞ സുലൈമാൻ ഫൈസി ഉസ്താദിൻ്റെ തെറി പറയാൻ വേണ്ടിയിട്ട് സ്റ്റേജ് കെട്ടി അസഭ്യം പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. മറുപടി പറയാതിരുന്നപ്പോ പച്ച നുണ പറഞ്ഞിട്ട് ഞങ്ങളെ ഉസ്താദുമാർക്കെതിരെ ആരോപണം ഉന്നയിക്കുക. ബഹുമാനപ്പെട്ട അൻവരി ഉസ്താദ് ഈ നാട്ടുകാരനല്ലേ? ഉസ്താദും ഞങ്ങളെ വന്യരായ ഹസനി ഉസ്താദും വെള്ളിയാഴ്ച ജുമുഅക്ക് പോലും പോകാതെ
ജുമുഅ നഷ്ടപ്പെടുത്തി ഈ കീശേരിയിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള സമീപത്തുള്ള ഒരു പ്രദേശത്ത് എല്ലാ വെള്ളിയാഴ്ചയും എന്താ തൊഴിയൂര ഈ പറയുന്നത്? എല്ലാ വെള്ളിയാഴ്ചയെന്നൊന്നും ഉസ്താദ് പറഞ്ഞിട്ടില്ല. ഉസ്താദ് പറഞ്ഞത് എന്താണെന്നത് നമുക്ക് കൃത്യമായിട്ടൊന്ന് കേട്ടു നോക്കാം. എല്ലാ മാസവും അല്ലാതെ ഒരു മൗലൂദും നടക്കുന്നുണ്ട്. ഈ മൗലിദ് അധികവും നടക്കൽ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച 10 മണിക്ക് തുടങ്ങിയാൽ ഉച്ചക്ക് 2 മണി വരെ മൗലിദും ദിക്റുമാണ്. ജുമാ അവർക്കില്ല. ളുഹ്ർ നിസ്കരിക്കലുണ്ടോന്ന് എനിക്കൊട്ട് അറിയില്ല. 2 മണിന്റെ ശേഷം ഭക്ഷണം കഴിച്ച് പിരിയലാണ് അവരുടെ ശൈലി. അയില് നമ്മളെ പണ്ട് വാദപ്രതിവാദിനൊക്കെ അറിഞ്ഞ ആ മനുഷ്യനും അയാളെ അളിയൻ എന്ന് പറയുന്ന കണ്ടാ തന്നെ സഫിയാണെന്ന് മനസ്സിലാവുന്ന ആ മനുഷ്യനും അവരൊക്കെ ആ നേർച്ചയിൽ പങ്കെടുക്കുന്നവരാണ്. അപ്പൊ എന്തിനാണ് ഇയാൾ എല്ലാ വെള്ളിയാഴ്ചയും എന്ന് പറഞ്ഞ് തള്ളിയത്? അതിലൊരു കാരണമുണ്ട്. കാരണം എല്ലാ വെള്ളിയാഴ്ചയും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആളുകൾ പോയിട്ട് പരിശോധിക്കാൻ പറ്റും. ഏതെങ്കിലുമൊക്കെ വെള്ളിയാഴ്ച പോയി പരിശോധിച്ച് നോക്കിയാൽ അവിടെ വല്ല മജ്‌ലിസൊന്നും കാണാൻ സാധിക്കില്ല. കാരണം ഈ പറയുന്ന ആക്ഷേപം വന്നപ്പോൾ ഇപ്പോൾ ആ വെള്ളിയാഴ്ച നടക്കുന്ന പരിപാടി തന്നെ മാറ്റിയെന്നാണ് ഞാൻ അറിഞ്ഞത്. ഏതായിരുന്നാലും ഉസ്താദ് അവിടെ പറഞ്ഞത് പലപ്പോഴും വെള്ളിയാഴ്ചകളിലാണ് നടക്കാറുള്ളത് എന്നാണ്. അതിലൊരു വെള്ളിയാഴ്ച ഇയാൾ കൂടിയിട്ടുണ്ട്, ജുമുഅ മുടക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഉസ്താദിൻ്റെ അനുഭവമാണ്. ആ അനുഭവത്തെ നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കാൻ കഴിയും? അത്തരത്തിലുള്ള ആ അടവുകളൊന്നും ഈ ഡിജിറ്റൽ യുഗത്തിൽ വിലപ്പോവുകയില്ലെന്ന് ഈ പറയുന്ന തൊഴിയൂരിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും വിവരവും വിദ്യാഭ്യാസമുള്ള ഒരുത്തൻ പോലും ആ കുരുവട്ടൂർ ആലയിലില്ല എന്നുള്ളത് ഖേദകരം. ഏതായാലും ഇനി ബാക്കി ഭാഗം കൂടെ നമുക്ക് കേൾക്കാം. ഉസ്താദുമാരെ എത്രമാത്രം മോശപ്പെട്ട രീതിയിൽ മെശായിഖന്മാരുടെ ആ കദമിന്റെ ചോട്ടിൽ നിന്ന് തെറി പറയാം എന്നുള്ളത് ഈ തൊഴിയൂര് ഒന്നുകൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് കേൾക്കാം. ജുമുഅക്ക് പോകാതെ മൗലിദിൽ പങ്കെടുക്കുന്നവരാണ്. രാവിലെ 10 മണിക്ക് തുടങ്ങിയ മൗലിദ് ഉച്ചക്ക് 2 മണി വരെ നീണ്ടു നിൽക്കുന്ന മൗലിദിൽ ജുമുഅ നഷ്ടപ്പെടുത്തി പോകുന്നവരാണ് അൻവരി ഉസ്താദും അഹ്സനി ഉസ്താദും എന്ന് ഈ മുട്ടിപ്പടിയിലെ മഅദിനിൽ വെച്ച് ഒരു മുതഅല്ലിമിന്റെ ചോദ്യത്തിന് മറുപടി നൽകിയ ആ സുലൈമാൻ ഫൈസി എന്ന് പറയുന്ന വ്യക്തി ആണത്തമുള്ളവനാണെങ്കിൽ, അഭിമാനമുള്ളവനാണെങ്കിൽ, ജനനത്തിൽ തകരാറില്ലാത്തവനാണെങ്കിൽ 1000 കുതിരശക്തിയോടെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. തെളിയിക്കാൻ ആണായി പിറന്നവരുണ്ടോ? ഞാൻ പറഞ്ഞാ പോരടോ, ഞാൻ പറഞ്ഞാ പോരാ. അൻവരി ഉസ്താദ് അവിടെ പങ്കെടുത്ത, അഹ്സനി ഉസ്താദ് അവിടെ പങ്കെടുത്ത തെളിവെവിടെ? രേഖ എവിടെ? നിങ്ങൾക്ക് വായിൽ വന്നതൊക്കെ വിളിച്ചു കൂവിയിട്ട് പച്ച നുണ പറയാമെന്ന്. എത്ര വയസ്സായി കാക്കങ്ങൾക്ക്? കണ്ണാടിയിലൊന്ന് നോക്കിക്കൂടെ? ഇന്ന് നിരക്കാൻ ബാക്കി വല്ലതും ഉണ്ടാ? അടവൊക്കെ തെറ്റി സേട്ട് പിടിച്ചോളാനായിട്ടില്ലേ? എന്നിട്ട് ഈ കള്ളത്തരം പറയും നിർത്തുന്നില്ല ഞങ്ങള്? പാച്ച നോണ. അള്ളാഹുവിന്റെ ദീനിന്റെ ശരിയായ വിഷയങ്ങൾ പറയുന്ന ഉലമാഇനെ കുതിര കയറുകയോ തോന്നിവാസം പറയുകയോ തെളിവ് കൊണ്ടുവാടോ. അപ്പൊ ഉസ്താദുമാരെ എങ്ങനെ തെറി പറയാം എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് തങ്ങന്മാരെ എങ്ങനെ ആക്ഷേപിക്കാം എന്നുള്ളത് കൂടെ പഠിക്കാം. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളെ കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ പറയുന്ന തെറി പറഞ്ഞിട്ടുള്ള ബഹുമാനം എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് തൊഴിയൂര് പഠിപ്പിച്ചു തരും. അത് കേൾക്കാം. ഉളുപ്പില്ലാത്ത ചങ്ങാതി. എന്നിട്ട് അയാൾക്ക് എല്ലാ ഊടും പാവും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാള് ഈ നാമ്പേച്ചിക്ക് മുട്ടിപ്പടി കൂട്ടുന്നമാതിരി ഇയാൾക്ക് മുട്ടിപ്പടി കൂട്ടായിട്ട് അവിടെ വേറെ ഒരു മുട്ടിത്തങ്ങളും. ഈ സ്ഥാപനത്തിലേക്കൊക്കെ പൈസ കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ ജനങ്ങളെ, ഇവര് പറയുന്നത് ദീനല്ല കേട്ടോ. ഇവര് മശായിഖന്മാർക്കെതിരെ, ഔലിയാക്കൾക്കെതിരെ ഹുസൈനാരി തങ്ങളെ പച്ചയായി പരിഹസിച്ചവന്, ആത്മഹത്യ ചെയ്തവനാണെന്ന അപകടകരമായ ആരോപണം ഉന്നയിച്ച ഈ ഫൈസിക്കും അയാൾക്ക് ഉപ്പും ചോറും കൊടുത്ത് പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ മുട്ടിപ്പടിത്തങ്ങളും അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം, അതിന് 1 രൂപ നിങ്ങൾ ചെലവഴിച്ചാൽ മഹ്ശറുണ്ട്, ആഖിറമുണ്ട്. വരുവവിടെ? റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട പൊന്നാര പൗത്രൻ മുത്തുനബിയുടെ പൊൻവിതൃമ്പിയ ചുണ്ടുകളിൽ നിന്ന് ഒരുപാട് ചുട്ടുചുംബനങ്ങൾ ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ച സയ്യിദുനാ ഹുസൈൻ. ഹുസൈനാര് തങ്ങൾ വരും. നിങ്ങൾ കൊടുക്കുന്ന ഓരോ നാണയത്തുട്ടുകൾക്കും നിങ്ങളുടെ ഹിസാബ് പറയേണ്ടി വരും. മറന്നു പോകണ്ട. വിരോധാഭാസം എന്നല്ലാതെ എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ പറയാ? ഹുസൈൻ റളിയല്ലാഹു അൻഹു നിങ്ങളുടെ ആ കുരുവട്ടൂർ ആലയിലേക്ക് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നിങ്ങളോട് വന്ന് പറഞ്ഞ പോലെയുണ്ട് നിങ്ങളുടെ വർത്താനം കേട്ടാൽ. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള വിടുവായുത്തത്തിനൊന്നും മറുപടിയില്ല. ഇനി നമുക്ക് വേറെ ഒരു കാര്യം കേൾക്കാം. ഖുർആനിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഞാൻ ഖുർആനിനേക്കാൾ വലിയ ആളാണ്, ഖുർആനിനേക്കാൾ ഷറഫ് എനിക്കാണ് എന്ന് വാദിച്ച പടുജാഹിൽ ബീരാണ്ടി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ വലിയ ആക്കിയിട്ട് വലിയ ഷെയ്ഖാക്കിയിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്നില്ലേ? അത് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. മുഹമ്മദ് സഖാഫി എന്ന് പറയുന്ന ഒരു ഉസ്താദ്
ഇവരുടെ കുരുവട്ടൂരുകളുടെ കുരുമുരീതായ ഒമർ എന്ന് പറയുന്ന കുഞ്ഞാക്ക അദ്ദേഹത്തിന് വിളിച്ച ആ ഫോൺ കോൾ സംഭാഷണം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹലോ, അസ്സാം വലൈക്കും. ഇത് ഉമ്മർക്കല്ലേ കുഞ്ഞാക്ക? ഞാനേ പിന്നെ മുഹമ്മദ് സഖാഫി എന്നറിയും. തിരക്കില്ല? പിന്നെ നമ്മളിങ്ങനെ നമ്മുടെ അഫ്ഗാനിസ്ഥാനൊക്കെ പ്രസംഗം കേൾക്കുന്ന ആൾക്കാരാണ്. അവർ ചെറിയൊരു വിഷയം ഉണ്ടായപ്പോൾ ഇങ്ങനെ നമ്മളെ കുറേ ചങ്ങന്മാരൊക്കെ ഉണ്ട് സഖാഫിയുടെ എല്ലാത്തിലൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു നമ്മളെ മറ്റേ AP സുലൈമാൻ ഫൈസ് ഉണ്ടല്ലോ, അപ്പോൾ എന്തൊരു ബീരാണ്ടിയോ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിശ്ചിത എന്താണെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ആ നാട്ടുകാരായിട്ട് ചോദിച്ചാൽ അതിൻ്റെ ഒരു വസ്തുത കിട്ടുമല്ലോ. അപ്പം അങ്ങനെ വിളിച്ചു നോക്കിയതാണ്. എന്താണ് അതിൻ്റെ അവസ്ഥ, അതിനെക്കുറിച്ച് പറയാൻ പറ്റുക? ഞാൻ നാട് മൂന്നീരാണ്. മൂന്നീർ അറിയോ? മലപ്പുറം. ആ, അപ്പോൾ ഇവിടെ നമ്മൾ അസ്ലിസ്താവലൊക്കെ ഇപ്പോൾ അവിടെ ജുമയൊക്കെ പങ്കെടുക്കാതെ അതല്ലേ പോലും പറഞ്ഞത്. ആ സമയം ഉണ്ടോ തന്നെ? അപ്പോൾ എന്താണ് സംഭവം? അത് ആരാണ് ഈ ബിരിയാണി? ഞാൻ അതിൽ കേട്ടെ ഈ ബിരിയാണി പറഞ്ഞാളെ. ബിരിയാണി പറഞ്ഞ ആള് നമ്മളിപ്പോ അടുത്താണ് മുപ്പര് അറിയുന്നത്, അത് നമുക്ക് അറിയില്ല. അതല്ല അവരെ നിങ്ങളെ വീടിൻ്റെ അടുത്തോ അങ്ങനെ എന്തെങ്കിലും ആണോ? നാട്ടിൽ അങ്ങനെ സംഭവം? നമ്മളൊന്നര 4 കിലോമീറ്റർ മാറ്റം. അപ്പം ഹയാത്തിലുണ്ട് ആള്? അവർക്ക് മക്ബറൊക്കെ ഉണ്ട്? മക്ബറ എന്തൊക്കെ ഉണ്ട്? എവിടെയാണ് ഇത് സ്ഥലം? കീശ്ശേരി എവിടെ? കുയ്യമ്പറമ്പിലാ? നിങ്ങളെ വീട് എവിടെ? കുഞ്ഞോളത്താ. അല്ല, ഇവരിപ്പോൾ നമ്മളെ അസ്നിസ്താദ് അൻവരിസ്താക്ക് അവിടെ പോവലുണ്ടോ ഈ വീരാണി എന്ന് പറഞ്ഞ സംഭവ സ്ഥലത്തേക്ക്? അൻവരിസ്താദ് പിന്നെ ആണ്ടിന്റെ ഒന്നും പോകല്ല. അസ്നിസ്താദ് വന്ന എനിക്ക് ഓർമ്മയില്ല. അല്ല അവിടെ അല്ല അയാളെ കുറിച്ച് ഇപ്പോൾ എന്തൊക്കെ കുറേ സംഭവം പറഞ്ഞു. അതൊക്കെ സംഭവമല്ലോ. ഇനിയിപ്പോൾ ജുമാൻ്റെ ഇടക്കട്ടെ ഈ വീരാണിനെ കുറിച്ച് ഈ സുലൈമാൻ ഫൈസ് എന്തൊക്കെ പറയുന്നുണ്ടല്ലോ, അത് സംഭവമല്ലോ. എന്നാ വെച്ചാൽ പിന്നെ അയാൾ 5ാം ക്ലാസ്സിലേ പോയിട്ടുള്ളൂ. അല്ല അത് പോട്ടെ, പിന്നെ മുസാഫിൻ്റെ മേലിൽ കയറിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ അതല്ല അവിടെ എന്ത് ഒരു മജ്ലിസ് ഉണ്ട്, വെള്ളിയാഴ്ച മജ്ലിസ് ഉണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ നടക്കലുണ്ടെന്നാ ഇപ്പോഴോ? അല്ല നേരത്തെ? അല്ല ഞാൻ അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് പറഞ്ഞു നേരത്തെ ഇപ്പം 2ാം ശനിക്കാണ്, നേരത്തെ പിന്നെ വെള്ളിയാഴ്ച ആയിരുന്നു പറഞ്ഞു. ആണോ? നിങ്ങളവിടെ പോയിക്കണോ? അല്ലാതെ പരിപാടികൾക്കൊക്കെ പ്രോഗ്രാമിനൊന്നും ഉറുസൊന്നും അങ്ങനെ വിട്ടില്ല? അവിടുത്തെ മഹലിൽ വിലക്കിയ ആളാണെന്ന് എന്താ? അത് ശരിയാ തന്നെ? നിങ്ങളെ ഭാഗത്തൊന്നും മൂപ്പരെ കുറിച്ച് അങ്ങനെ മോശമായിട്ടുള്ള അഭിപ്രായം പറയലൊന്നുമില്ല? ഇല്ലല്ലേ? പിന്നെ നമ്മളെ ഹാഫിദ് ഉസ്താദോ? നൗഷാദ് ഹസൻ ഉസ്താദ് വിട്ടുണ്ടാവോ? ഞാൻ പോയത് അറിഞ്ഞില്ല. അൻവരിസ്താദ് ആണ്ടിന്റെ അന്ന് പോയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലായത്. ആണ്ടിന് ഞാനും പോയില്ല. ആണ്ടിനും പോയിട്ടില്ല? ഇല്ല, ഞാനും മൂപ്പര് മരിച്ച അന്ന് പോയി എന്നല്ലാതെ പിന്നെ പോയില്ല. കൊറേ മരിച്ചിട്ട് വഫാത്തായിട്ട്? ഒരു 3 4 അപ്പം അങ്ങനെ അതിൻ്റെ എന്തൊക്കെയാണ് അവസ്ഥ അറിയാൻ വേണ്ടി വിളിച്ചു നോക്കിയതാ. അപ്പോൾ അങ്ങനെ അവരെ അങ്ങനെ ഒരു തൊലിക്കത്ത് മോഡലിലുള്ള സംഭവങ്ങളാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വീട്ടിൽ മക്ബറാക്കാണ് കാരണം എന്താ? അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു മഹല്ല് കമ്മിറ്റി കയറ്റാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. സംഭവം ശരിയാ? മഹല്ല് കമ്മിറ്റി മൂപ്പരെ ബഹിഷ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാവരും ഏപ്പിക്കാരും ഈക്കക്കാരും എല്ലാ സുന്നികളും മൂപ്പര് വെച്ചതാന്ന് പറഞ്ഞ് അങ്ങനെ അതുകൊണ്ടാണ് മൂപ്പരെ പള്ളി മഹല്ല് ഖബർസ്ഥാനിൽ മറവയ്യാതിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാ? ഹാഫിസ്താക്ക് അപ്പോൾ അവർ വലിയൊരു അല്ല അവരെ മഹത്വം അവർക്കാണ് കൂടുതൽ അറിയില്ല നമ്മളെ കാട്ടി. നമുക്കിപ്പോൾ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും കേൾക്കണമല്ലേ അറിയുള്ളൂ.
അങ്ങനെ ഹാഫിസ് അവരെ മാത്രം പറയലുണ്ടോ? അവര് തമ്മില് കാണലും ബന്ധപ്പെടലൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ? ആ ഉണ്ടായിരുന്നു. അല്ല അല്ല ഒരു വലിയൊരു വിലായത്തിൻ്റെ ഒരു അഹലുകാരാന്നുള്ളതൊക്കെ നമ്മളൊക്കെ നമുക്കിപ്പോൾ ഒന്നും വൃത്തം കിട്ടില്ലല്ലോ, നമുക്കിപ്പോൾ എല്ലാം കണക്കല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളൊക്കെ നമ്മുടെ മജ്ലിസിലൊക്കെ പങ്കെടുക്കുന്ന ആളല്ലേ? ഹാഫിൽ ഉസ്താദ് നമ്മൾ ഈ മജ്ലിസിന് മൂപ്പരെ കുറിച്ച് പറഞ്ഞില്ല. ഹാഫിൽ ഉസ്താദിന്റെ മജ്ലിസിന് മൂപ്പരൊക്കെ വന്നിട്ടുണ്ട്. ഹാഫിൽ ഉസ്താദ് മജ്ലിസിലാ ഈ വീരാണ്ടിയുടെ ആളാ? അങ്ങനെ ഇത് ഒരു ശ്രോതാവായിട്ട് അങ്ങനെ അല്ലെങ്കിൽ ഒരു ഗസ്റ്റായിട്ടോ? അല്ല അല്ല, അൻവറിന്റെ വീട്ടിലെ മജ്ലിസ് ഉണ്ടായിരുന്നു. അന്ന് അവിടെ വന്നു. ആണെന്നല്ല, ശരി. ഈ ജുമ അത് പച്ചക്കളവല്ല, ഈ ജുമ ഒഴിവാക്കുന്നത് ഞാനിപ്പോ കേൾക്കാം, സുലൈമാൻ പറയുമ്പോഴാണ് ഞാൻ കേൾക്കണത്. ആ ശരി, ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. പിന്നെ വേറെ എന്തൊക്കെ അറിയാതെ തന്നെ ആയിക്കോട്ടെ, ഞാൻ വിളിക്കാം, കോൺടാക്ട് ചെയ്യാം ഇൻഷാ അല്ലാ. പിന്നെ ഈശ്വരി പരിപാടി വരെ ഉണ്ട്, അതിന് മറുപടി പറയേണ്ടത് സംശയമുണ്ട് ഈ വിഷയത്തിലാ. മുമ്പെന്താ കീശ്ശേരി പരിപാടിയിൽ പിന്നെ നൗഷാദ് ഉസ്താദ് അവരെ നല്ല മഹത്തൊക്കെ പറഞ്ഞിരുന്നു, അത് പറയണ്ടോ? ആ സംഭവം ഉണ്ടോ? മഹത്തൊക്കെ പറയും, പറഞ്ഞിട്ടുണ്ടാവും. കുറ്റമില്ലാത്തവർക്ക് മാറ്റം പറയുന്നതിന് ലാസലേ രണ്ട് രൂപത്തിലാണ് ഞാനിപ്പോൾ നമ്മൾ വെച്ചാൽ ഞങ്ങളൊക്കെ ഇപ്പോൾ സക്കാഫികൾ ഈ വിഷയത്തിൽ എല്ലാത്തിലും ചർച്ചകളും കേൾക്കും, അങ്ങനല്ലോ. പക്ഷം നമുക്കിപ്പോൾ മാലിന്യത്തിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഒരു പക്ഷം ഞാൻ തൃശ്ശൂരാ. ആ പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ എല്ലതും കേൾക്കണതും കാരണം അതൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ അപ്പോൾ എപ്പിക്കാരിപ്പം പറയലിപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ? അതിപ്പോൾ മൂപ്പർ വെച്ച ആളാണ്. അപ്പോൾ അല്ല ഈക്കാരോ പിന്നെ വിഷയങ്ങളിൽ കാര്യമായിട്ട് ഇടപെടുന്ന നമ്മൾ കേട്ടില്ലേ? ആ അതെ അതെ, ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ സമദ് അൻവരി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഈ പറയുന്ന ബീരാണ്ടി എന്ന് പറയുന്ന കള്ള ഷെയ്ഖിൻ്റെ വലിയ ബ്രാൻഡ് അംബാസിഡർ ആണെന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മജ്ലിസിലേക്ക് ഈ പറയുന്ന ബീരാണ്ടി വരികയും ഇദ്ദേഹം അവിടെ പോയി പങ്കെടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ മുരീദ് തന്നെ വെളിവാക്കി ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ സമദ് അൻവരി ഇതിൻ്റെ രംഗത്ത് വരുന്നുണ്ട്. അത് കേവലം ഒരു വരവൊന്നുമല്ല കേട്ടോ. അദ്ദേഹത്തെ പുറത്ത് പുകച്ച് ചാടിച്ചത് ബഹുമാനപ്പെട്ട അബ്ദുൽ മജീദ് അഹ്സനി ഉസ്താദ്. താൻ ജുമുഅ നിസ്കരിക്കാത്ത സാഹചര്യവും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് തൻ്റെ കാറ് തടഞ്ഞ് ചോദ്യം ചെയ്തതും മാപ്പ് പറഞ്ഞതും ഒക്കെയുള്ളതായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അബ്ദുൽ മജീദ് ഉസ്താദ് അവറുകൾ ഈ പറയുന്ന സമദിനെ വെല്ലുവിളിച്ചു. ആ സമദ് വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വന്ന ആ വോയിസ് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരുങ്ങിക്കോ, സുലൈമാൻ വൈസി പറഞ്ഞ ഞങ്ങൾ വേറെ തീർക്കാം. നീ എന്ന് പറഞ്ഞ വിഷയം ഒരു വെള്ളിയാഴ്ച അവിടെ ജുമാൻ്റെ സമയത്ത് മമ്പുറ മൗലിദ് കോതി അതിൽ പങ്കെടുത്ത് ജുമാ മുടക്കി വരുന്ന സമയം കാറ് തടഞ്ഞു വെച്ച് നിൻ്റെ തലയെക്കെട്ടൊക്കെ ഊരി എന്ന് പറഞ്ഞ് ഈ സംഭവം തെളിയിക്കാൻ ഇജ്ജ് വന്നോ? അതിൻ്റെ രേഖയായിട്ട് എന്നവരെ ഇന്ന് റെഡിയാണോ? ഞാൻ ഇവിടെ ഉണ്ട്, വേറെയും പല യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിർത്തി വെക്കാം. എന്നിട്ട് ഇന്ന് തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. നാളെ ഒരുക്കണ്ടോ? അല്ലെങ്കിൽ മറ്റന്നാളാണോ? എവിടെ വെച്ചാൽ എപ്പോഴാണ്? കീശേരി ആയിക്കോട്ടെ, കീശേരി പറഞ്ഞത് ഒരുങ്ങിക്കോ, അതിന് രേഖയായിട്ട് എൻ്റെ ആളെയും കൂട്ടി വന്നോ, നമ്മളെ ഭാഗത്തുനിന്ന് ആൾക്കാരെ കൂട്ടി ഞാനും വരാം. അത് തെളിയിച്ചിട്ടില്ലെങ്കിൽ അതിനുള്ള മറുപടി എന്താ വെച്ചാൽ എൻ്റെ തലയെക്കെട്ടും എൻ്റെ താടി ഊരുക എന്നുള്ള അതിനെനിക്ക് സമ്മതം തരണം. മജീദ് ഈ പറഞ്ഞത് തെളിയിച്ചാൽ ഏത് പരിശുദ്ധമായ വെള്ളിയാഴ്ച ജുമാ അത് മുടക്കി ഇവർ പറഞ്ഞ ആ വീട്ടിൽ വെച്ചിട്ട് അതിൽ പങ്കെടുത്തിട്ട് ജുമാ മുടക്കി അതിൻ്റെ പേരിൽ എന്നെ തടഞ്ഞു വെച്ച് എൻ്റെ തലയെക്കെട്ട കൂരി ഇങ്ങനെ ഒരു വസ്തുത, ഈ സംഭവം അത് രേഖാപൂർവം ബടായി പറ്റൂല. ബടായി നിങ്ങൾക്കൊന്നും പറയാം, അതിനിപ്പോൾ മജീദ് തന്നെ മതിയല്ലോ. അതുകൊണ്ട് അതിൻ്റെ നിങ്ങൾ വലിയ തടഞ്ഞു വെച്ച ആൾക്കാരാണല്ലോ. എന്നെ പിടിച്ചു വെച്ച് തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്ത് ഞാൻ മാപ്പൊക്കെ പറഞ്ഞതാണല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അടുത്ത് അതിൻ്റെ രേഖ ഉണ്ടാവും. അത് മജീദ് തെളിയിച്ചാൽ നിങ്ങളാരും എൻ്റെ തലയെ കെട്ടൂരണ്ട, ഞാൻ തന്നെ ഊരിക്കോളാം. ഈ ഷിയാറും ഇത് പിന്നെ ദീന് പറയാൻ ഇതിനും പറ്റില്ലല്ലോ ആൾക്കാരെ. ഞാനതിന് സ്വയം തയ്യാറാണ്. അതല്ലെങ്കിൽ ഇത് തെളിയിച്ചിട്ടില്ലെങ്കിൽ മജീദ്
മജീദിൻ്റെ താടിയും തലയെക്കെട്ട് അയക്കാനും താടി ഒഴിവാക്കാനും സ്വയം സന്നദ്ധനാണോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സമ്മതം കൊടുക്കണം. അതാണ് മാന്യത. ഒരുങ്ങിക്കോ, റെഡി ആയിക്കോ, ദിവസം അറിയിച്ചോ, സമയം അറിയിച്ചോ. ഇനി ബഹുമാനപ്പെട്ട അബ്ദുൽ മജീദ് അഹ്സനി ഉസ്താദ് ഇതിന് കൊടുക്കുന്ന മറുപടിയോടെ നമുക്ക് കേൾക്കാം. എന്തിനാണ് അൻവർ ഇങ്ങനെയൊക്കെ ചൂടായി പ്രഷർ കൂട്ടി? എന്തിനാ അതിൻ്റെ ഒക്കെ ആവശ്യം? നമ്മളിവിടെ പറഞ്ഞ വിഷയം തെളിയിക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ പറഞ്ഞല്ലോ അതിനാവശ്യമായ ആളുകളെ ഞാൻ അവിടെ ഹാജരാക്കും എന്ന്. 2-3 വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇന്ന് രാവിലെ മുതൽ. ഒന്ന്, അൻവരിയെ വണ്ടി തടഞ്ഞ വിഷയം, അതിന് ഹാജരാക്കും. ആ തടഞ്ഞ ആളുകളെ ഞാൻ അവിടെ ഹാജരാക്കും. രണ്ടാമത്തത്, ഖുർആനിന്റെ മേൽ ചവിട്ടിക്കയറുന്ന വിഷയം, അത് കണ്ട ആളെ എന്നിട്ട് അദ്ദേഹത്തെ ഉന്തിയിട്ടിട്ട് മുസാഫ് അവിടെ നിർത്തിച്ചു, ആ ആളെ ഞാൻ ഹാജരാക്കും. അതോടൊപ്പം തന്നെ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളുടെ അടുക്കലേക്ക് വാക്കാലൂരിൽ നിന്ന് ആളുകൾ പോയി വീരാണ്ടിയുമായി ബന്ധപ്പെട്ട വിഷയം പറയാനേ. എന്നിട്ട് ശംസുൽ ഉലമ എന്താ അവരോട് പറഞ്ഞത്, അതൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതും അതിൻ്റെയും ആളെ ഞാൻ ഇവിടെ ഹാജരാക്കും കീശേരിയിൽ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റെഡിയാണ് അതിന്. പിന്നെ എന്താ രേഖ, ബടായി, തൊള്ളബടായി ഒന്നല്ല. അന്ന് അവിടെ സാക്ഷികളായ ആളുകളാണ് ഞാൻ ഹാജരാക്കാൻ പോണത്. അതിനാണ് അൻവരിനോട് ഞാൻ വരാൻ പറഞ്ഞത്. പിന്നെ രേഖ ഉണ്ട്, മറ്റേ ഉണ്ട്, ഗുണാപ്പുണ്ടാന്ന് പറഞ്ഞാട്ട് വല്ല മാറാൻ നോക്കണ്ട. ഞാൻ ആ ആളുകളോട് ഹാജരാക്കും. എന്നുവെച്ചാൽ അവർ സംസാരിക്കും. നിങ്ങളെ തടഞ്ഞിന് ആളുകളും അതുപോലെ അന്ന് ആ മുസാഫ് എടുത്തിച്ചിന് ആളുകളും ഒക്കെ ഇയാൾ ചവിട്ടി കയറിയപ്പം ഒക്കെ അവിടെ ഹാജരാക്കും. അപ്പൊ ഏതായിരുന്നാലും കുരുവട്ടൂരികൾ ഇപ്പോൾ വല്ലാത്തൊരു പൊല്ലാപ്പിലാണ്. പുലിവാല് പിടിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ വലിയ കഷ്ടത്തിലാണ് ഇപ്പോൾ കുരുവട്ടൂരികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിലോ ആളുകൾ വളരെ കുറവാണ്. പോരാത്തതിന് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഉള്ള ആളുകളോട് കുറഞ്ഞു പോകൂലേ. ഏതായിരുന്നാലും കുരുവട്ടൂരികളെ കീഴ്ശേരി കാത്തിരിക്കുകയാണ്. ആ അബ്ദുൽ മജീദ് അഹ്സനി ഉസ്താദ് അവറുകൾ വെല്ലുവിളി ഏറ്റെടുത്ത് വാദപ്രതിവാദത്തിന് കീഴ്ശേരി കാത്തിരിക്കുകയാണ്.